ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितं च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि क्षभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योग शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तम हम प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम् जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചൈതന്യ ചരിതാമൃത ആദിലീല രണ്ടാമത്തെ അധ്യായം 25ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് വായിക്കുന്നത്. ഭക്തിയോഗേ ഭക്തപായ യാൻഹാര ദർശനം സൂര്യയേന സവിഗ്രഹ ദേഖേ ദേവഗണം. ഭക്തിയോഗേ ഭക്തപായ യാൻഹാര ദർശനം सूर्ययेन सविग्रह देखे देवगण. हरे कृष्णा. हरे कृष्णा. हरे भक्ति कृष्ण. योगे भक्तपाय यन्हर दर्शन सूर्ययेन सविग्रह देखे देवगण. हरे कृष्णा. हरे कृष्णा प्रभु. भक्ति योगे भक्तपाय यन्हर दर्शन सूर्ययेन सविग्रह देखे देवगण. വിവർത്തനം. ഭക്തന്മാർ ഭക്തിയോഗത്തിലൂടെ ഭഗവാനെ ദർശിക്കുന്നു. സ്വർഗവാസികൾ സൂര്യൻ എന്ന വ്യക്തിത്വത്തെ ദർശിക്കുന്നത് പോലെ. ഹരേ കൃഷ്ണ. Through their service, devotees see that personality of Godhead, just as the denizens of heaven see the personality of the sun. ഭക്തന്മാരെ എങ്ങനെ ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ ദർശിക്കുന്നു, അതേപോലെ ഡെനിസൻസ് ഓഫ് ദ ഹെവൻ, അതായത് ഉപരിതലത്തിലുള്ള ഉപരി ലോകങ്ങളിലുള്ള ഡെമിഗോഡ്സ്, അതേപോലെ ഗന്ധർവന്മാര്, കിന്നരന്മാര്, ചാരണന്മാര്, ദേവതമാര്, ഇവരെല്ലാം സൂര്യ ഭഗവാനെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് ഇപ്പൊ നമുക്ക് സൂര്യരശ്മി മാത്രമേ കാണാൻ പറ്റുള്ളൂ. സൂര്യന്റെ ആ ഒരു ഗ്ലോബും കൂടി നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. സൂര്യനെ ആക്ച്വലി നമ്മളൊരു പപ്പടത്തിന്റെ വലുപ്പത്തിലാണ് കാണുന്നത്. അതാണ് സൂര്യന്റെ വലുപ്പം അല്ല, അല്ലേ? നമ്മളുടെ ഇംപെർഫെക്റ്റ് സെൻസസ് ആയതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിലുള്ള സൂര്യ ഭഗവാനെ അല്ലെങ്കിൽ ചന്ദ്രനെ ഒന്നിനും കാണാൻ പറ്റില്ല. നമുക്ക് ഉള്ള ഇംപെർഫെക്റ്റ് സെൻസസ്, സീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, കമ്മിറ്റിംഗ് സിൻസ് ആൻഡ് സബ്ജക്ട് ടു ബി ഇല്യൂഷൻ, ഈ 4 ഡിഫക്ട്സ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മതലത്തിലുള്ള ജീവജാലങ്ങളെ കാണാൻ പറ്റില്ല. ഇവരെല്ലാം കൂടുതൽ എത്രത്തോളം ഉയരത്തിൽ പോകുന്നു, അതായത് മുകളിലുള്ള പ്ലാനറ്റ്സിൽ പോകുന്നു, അത്രത്തോളം അവരുടെ ഫോം സട്ടിലായിരിക്കും. അപ്പൊ നമ്മുടെ 5 ധാതുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ് പഞ്ചഭൂതങ്ങൾ: ഭൂമി, റാപ്പോ, അനലോ, വായു, ഖം, അല്ലെ? മുകളിലേക്ക് പോകുന്നവരും അതിന്
അതിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞു വരും, വളരെ സൂക്ഷ്മതരം. നമ്മളുടെ സെൻസസിന് അത് പെർസീവ് ചെയ്യാൻ പറ്റാത്ത തരത്തില്, ഫോർ എക്സാമ്പിൾ ഗന്ധർവന്മാര്, കിന്നരന്മാര്, ചാരണന്മാര്, അവരുടെയൊക്കെ ശരീരം ഭൂമി ആപ്പോ, അതായത് ഭൂമി വെള്ളം, ഇത് കുറവായിരിക്കും പെർസെൻറ്റേജ്. ഉണ്ടെങ്കിൽ തന്നെ റിഫൈൻഡ് ആയിരിക്കും, വളരെ റിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അഗ്നി, ആകാശം, വായു, ഇതാണ് അവരുടെ ശരീരഘടന മെയിനായിട്ട്. വളരെ റിഫൈൻഡ് ആയിട്ടാണ്. അവരുടെ തേജസ്സുള്ള ശരീരമായിരിക്കും, അവരുടെ തേജസ്സുള്ള ശരീരമായിരിക്കും, വളരെ സൂക്ഷ്മമായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവരെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഹയർ ബീയിങ്സ് ആയതുകൊണ്ട് അവർക്ക് സൂര്യഭഗവാനെ കാണാൻ പറ്റും. നമുക്ക് എങ്ങനെ പരസ്പരം അന്യോന്യം കാണാൻ പറ്റും, അതുപോലെ അവർക്ക് സൂര്യരശ്മി കാണാൻ പറ്റും, സൂര്യന്റെ ആ ഉപരിതലം പ്ലാനറ്റ് കാണാൻ പറ്റും, സൂര്യഭഗവാനെയും കാണാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്കും ഭഗവാനെ കാണാൻ പറ്റും. എങ്ങനെ? ഭക്തിയുത സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റുന്നു, അതേപോലെ ഡെനിസൻസ് ഓഫ് ഹെവൻ, സ്വർഗലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് എങ്ങനെ സൂര്യഭഗവാനെ കാണാൻ പറ്റുന്നു, അതേപോലെ നമുക്ക് ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാനെ കാണാൻ പറ്റും. അപ്പൊ നമ്മള് അതായത് ഓരോ ജീവജാലങ്ങൾ, എസ്പെഷ്യലി മുകളിൽ പോകുന്തോറും അവരെല്ലാം സത്വഗുണത്തിലാണ്. ഭൂമിയില് മിഡിൽ പ്ലാനറ്റ് സിസ്റ്റത്തില് നമ്മള് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിന്റെ മിക്സറാണ്. താഴോട്ട് പോകുമ്പോൾ തമോ ഗുണം ആൻഡ് രജോ ഗുണത്തിന്റെ ഇതായിരിക്കും. പക്ഷെ താഴോട്ട് പോകുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഇല്യൂഷനിൽ പെടും. സ്പിരിച്വലി നമ്മൾ ഇൻക്ലൈൻഡ് ആവില്ല. നമ്മളിവിടെ സുഖം ദുഃഖം സമ്മിശ്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മുകളിൽ പോകുന്തോറും സത്വഗുണം കൂടും, സട്ടിലിറ്റി കൂടും, സട്ടിലായിരിക്കും അവരുടെ ഫോം, സട്ടിലായിരിക്കും, അവരുടെ ലൂമിനസ് ആയിരിക്കും അവരുടെ ശരീരങ്ങള്, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നം വേണം. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവിടെയൊക്കെ ഇച്ഛ മാത്രം മതി, ഇച്ഛിച്ചാൽ മതി. അവിടെ കൽപ്പവൃക്ഷമുണ്ട്, കാമധേനുണ്ട്. അവർക്ക് അത് കാരണം അവർക്ക് ഇച്ഛിച്ചാൽ മാത്രം അവർക്ക് നടക്കും. നമുക്ക് ഒരുപാട് പ്രയത്നിക്കണം. അതാണ് ഹയർ പ്ലാനറ്റ് സിസ്റ്റം, മിഡിൽ പ്ലാനറ്റ് സിസ്റ്റം, ലോവർ പ്ലാനറ്റ് സിസ്റ്റത്തിലെ വ്യത്യാസം. ഇപ്പൊ നമ്മൾ വിചാരിക്കും ലോവർ പ്ലാനറ്റ് സിസ്റ്റം സുഖിക്കുന്നില്ല. അവർക്ക് സെൻസ് എൻജോയ്മെന്റ് ചില സ്ഥലങ്ങളില് ഈവൺ ഹയർ പ്ലാനറ്റ് സിസ്റ്റം സ്വർഗലോകത്തിനേക്കാളും കൂടുതൽ സെൻസ് എൻജോയ്മെന്റ് ഉണ്ട്. ബില്ലസ്വർഗ എന്ന് പറയാ, ദിവ്യസ്വർഗ, ഭൂസ്വർഗ, ബില്ലസ്വർഗ. ഓക്കെ, അപ്പോ സബ്ടെറേനിയൻ ഹെവൻലി പ്ലാനറ്റ്സ് എന്ന് പറയും. അവിടെയും ഒരുപാട് സെൻസ് എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ട്. അവരെന്താണ്? അവർ കൂടുതൽ ഇല്യൂഷനിലാണ്, അവർ കൂടുതൽ സെൻസ് ഗ്രാറ്റിഫിക്കേറ്ററി ആക്ടിവിറ്റീസ് ആണ്. അവർ ഭഗവാനിന്ന് അകന്ന് പോകുന്നു. എത്രത്തോളം താഴോട്ട് പോകുന്നു അത്രത്തോളം അകന്നു. അവർക്ക് ഈഗോ കൂടുതലായിരിക്കും, പ്രൗഡ് കൂടുതലായിരിക്കും, നല്ല പവർ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ കൂടുതൽ മുകളിലോട്ട് പോകുന്നതോറും ഭഗവാന്റെ ഭക്തന്മാരാണ്. പക്ഷെ അവര് സകാമ ഭക്തന്മാരാണ്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അതായത് മിഡിൽ പ്ലാനറ്ററി സിസ്റ്റത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ഒരു സ്പ്രിംഗ് ബോർഡ് പോലെയാണ്. നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ഇവിടുന്ന് മറ്റുള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ അത്രയും കൂടുതൽ എൻജോയ്മെന്റ് ഉള്ളത് കാരണം അവർ അതിൽ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനെ ഓർക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ എൻജോയ്മെന്റ് കാരണം നമ്മളെപ്പോലെ നമുക്ക് മിസറീസ് കൂടുതലുള്ള കാരണം നമുക്ക് കൂടുതൽ ഭഗവാനെ ഓർക്കാനും ഭഗവത്ധാമിലേക്ക് പോകാനുള്ള അവസരം കൂടുതലാണ്, എസ്പെഷ്യലി കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. അതും ചൈതന്യ മഹാപ്രഭു ജനിച്ച ശേഷം 10,000 വർഷം ഗോൾഡൻ എറ എന്നാണ് പറയുന്നത്, അല്ലെ? ഇറ്റ്സ് എ ഗോൾഡൻ പീരിയഡ്. ആ സമയത്ത് നമ്മളുടെ സ്വധാമത്തിലേക്ക്, ഭഗവത്ധാമിലേക്ക്, നമ്മുടെ സുപ്രീം ഫാദറിന്റെ ആ ലോകത്തിലേക്ക് നിത്യസേവകനായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ there's nothing like it. So the Supreme Personality of Godhead has his eternal form which cannot be seen by material eyes or mental speculation. Only by transcendental devotional service can one understand the transcendental form of God. ഭഗവാനെ ഭക്തിയാമാ അഭിജാനാതി. ഭക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. അതഃ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യമേന്ദ്രിയേ സേവോന്മുഖേ ജീവാദോ സ്വയം ഏവ സ്ഫുരത്യത. ശ്രീകൃഷ്ണ നാമ ആദി, നാമ രൂപ ഗുണ ലീല, ഇതൊന്നും നമുക്ക് നമ്മളുടെ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് രൂപ ഗോസ്വാമി
നെക്ടർ ഓഫ് ഡിവോഷൻ നമുക്ക് പറഞ്ഞു തരും. ന ഭവേത് ഗ്രാഹ്യമേന്ദ്രിയെ. പിന്നെ എങ്ങനെ സാധിക്കും? സേവോന്മുഖി ജിഹ്വാദം. സേവനം ചെയ്യണം. എന്തുകൊണ്ട്? ജിഹ്വ, നാവ് കൊണ്ട്. എങ്ങനെ സേവനം ചെയ്യണം? നമ്മൾ ഭഗവാനെ ജപിച്ച് ഭഗവാന്റെ നാമ സങ്കീർത്തനം ചെയ്ത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മാരണം, അങ്ങനെയുള്ള ആ നവവിധ ഭക്തിയിലൂടെ നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട്, അതേപോലെ ആ നാവ് കൊണ്ട് തന്നെ ഭഗവാന്റെ പ്രസാദം ഓണർ ചെയ്തിട്ട് നമുക്ക് സേവനം ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? സ്വയം ഏവ സ്ഫുരത്യത. സ്വന്തമായിട്ട് ആ ഭഗവാൻ തന്നെ കനിയും, നമുക്ക് വേണ്ടുന്ന എല്ലാ ജ്ഞാനവും പകർന്നു തരും. എങ്ങനെ ബ്രഹ്മാവിന് തേനെ ബ്രഹ്മ ഹൃദയ ആദി കവയെ, ആ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് എങ്ങനെ ആ ജ്ഞാനമെല്ലാം പകർന്നു കൊടുത്തു, അതേപോലെ നമ്മള് ഭഗവാന്റെ ഭഗവത് സേവനം, ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് വിത്ത് ടങ്, ചാൻഡിങ്, ജപം, കീർത്തനം, ഓണറിങ്, പ്രസാദം. അപ്പൊ നമുക്കും ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിതെല്ലാം ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. സ്വയം ഏവ സ്ഫുരത്യത. The comparison is made here to the qualifications for viewing the personal features of the sun god. Sun god is a person who, although not visible to eyes, is seen from the higher planets by the demigods, whose eyes are suitable for seeing through the glaring sunshine that surrounds him. നമ്മളുടെ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സൺ ഗോഡിനെ അല്ലെങ്കിൽ സൂര്യ ഭഗവാനെ കാണാൻ പറ്റില്ല. പക്ഷെ ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലുള്ള ഡെനിസൻസിൽ, അവിടുത്തെ ജീവാത്മാക്കൾക്ക്, അവർക്ക് അതിന് ഉതകുന്ന സെൻസസ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും ഇപ്പോൾ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങള്, അവരുടെ ഒരു സ്ട്രക്ചർ വേറെയാണ് അല്ലെ. നമ്മൾ കരയിൽ ജീവിക്കുന്നു, നമ്മുടെ സ്ട്രക്ചർ വേറെയാണ്. അതേപോലെ ഉപരിതലങ്ങളിൽ ജീവിക്കുന്ന, ഉപരിലോകങ്ങളിൽ ജീവിക്കുന്ന ആ ഡെനിസൻസിന്റെ സ്ട്രക്ചറും വേറെയാണ്. അവരുടെ സെൻസസ് ഒരു പെർട്ടിക്കുലർ പെർസെപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സെൻസിന്റെ പെർസെപ്ഷൻ വേറെ. അതുകൊണ്ട് അവർക്ക് ആ സൂര്യ ഭഗവാനെ കാണാൻ പറ്റുന്നവരാണ്. സ്യൂട്ടബിൾ ഫോർ സീയിങ് ത്രൂ ദ ഗ്ലെയറിംഗ് സൺഷൈൻ ദാറ്റ്സ് കാണിച്ചാൽ അവരുടെ ആ ബോഡി, സട്ടിൽ ബോഡി മേഡപ്പ് ഓഫ് എന്താണ്? പ്രധാനപ്പെട്ട ഘടകങ്ങള് അഗ്നി, വായു, ആകാശം. ഇതെല്ലാം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഫോം ഉണ്ടോ. നമ്മളുടെ ശരീരത്തിലുള്ള ഫോംസ് ഗ്രോസ് ആയിട്ടുള്ള ഫോം അല്ല, നമ്മളുടെ ഏറ്റവും ഗ്രോസസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. അവരുടെ വളരെ സട്ടിലായിട്ടുള്ള ഫോമാണ്. അതുകൊണ്ട് അവർക്ക് അത് സാധിക്കും. എവറി പ്ലാനറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അറ്റ്മോസ്ഫിയർ അക്കോർഡിംഗ് ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ അറേഞ്ച്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ നേച്ചർ. അപ്പോൾ ഓരോ പ്ലാനറ്റിലും അതിൻ്റെതായിട്ടുള്ള ഒരു വാതാവരണമുണ്ട്, ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെല്ലാം പ്രകൃതിയുടെ നിയമമാണ്. നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല, എന്തുകൊണ്ട് അവിടെ, എന്തുകൊണ്ട് ഇവിടെ ഇല്ല, എന്തുകൊണ്ട് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഇല്ല പറയാൻ പറ്റും. ഇതെങ്ങനെയാണ് പ്രകൃതി, ഇങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ, യൂണിവേഴ്സൽ സ്ട്രക്ചർ എങ്ങനെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്, 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. അതിൽ 400,000 ആരാണ്? മനുഷ്യ അല്ലെ, മാനവ. ആ മാനവ എന്നുള്ള ആ കാറ്റഗറിയിൽ പെടുന്നത് നമ്മൾ മനുഷ്യരുണ്ട്, ദേവതമാരുണ്ട്, കിന്നരന്മാരുണ്ട്, ചാരണന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, ഭൂതപിശാചികളൊക്കെ ഉണ്ട്. ഇവരെല്ലാം അതിൽ പെടും. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അവബോധ തലങ്ങളിലാണ് അവരൊക്കെ. ഡിഫറെന്റ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് അവരുടെ അവബോധങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ഉതകുന്ന ശരീരം അവർക്ക് കൊടുക്കുന്നു. So it is therefore necessary to have a particular type of bodily construction to reach a particular planet. അപ്പൊ നമുക്ക് ഈ ശരീരം കൊണ്ട് നമുക്ക് ഉപരി ലോകങ്ങളിൽ പോകാൻ പറ്റില്ല. മെക്കാനിക്കൽ മീൻസിൽ നമ്മൾ പല ചന്ദ്രനിലും അവിടെ ഇവിടെ പോകുന്നുണ്ട് പറയുന്നുണ്ട്. അതിലൊക്കെ എത്ര കോടാനുകോടി പൈസയാണ് ചെലവാക്കുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്യൂട്ട്, ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഉതകുന്ന ഒരു സ്യൂട്ട് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമില്ല. എന്നാലും എത്ര അതിൽ എന്താ അതിന്റെ പെർസെൻറ്റേജ് ഓഫ് സക്സസ് പറയാൻ പറ്റില്ല. നമ്മൾ 8 ബില്യൺ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് പോകാൻ പറ്റുമായിരിക്കും മാക്സിമം. ഈ മെക്കാനിക്കൽ മീൻസ് എന്താ കാര്യം? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താണ് കൈവരിക്കാൻ പറ്റിയതൊന്നും പറ്റിയിട്ടില്ല.
അപ്പൊ ഇതൊക്കെ വെറും ശ്രമ ഏവഹി കേവലം, വെറും ശ്രമം മാത്രം. നമ്മൾ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. യെസ്, സം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അല്ലാണ്ട് അവിടെ പോയിട്ട് കുറച്ച് റോക്ക് കൊടുന്നു, കുറച്ച് എന്താ പറയുക മണ്ണ് കൊടുന്നു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്ര തന്നെ അപ്പൊ മാക്സിമം പോയാൽ 1-2 ഗ്രഹങ്ങളിൽ പോകാൻ പറ്റും. കോടാനുകോടി ഗ്രഹങ്ങളാണ്, കോടാനുകോടി യൂണിവേഴ്സസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെ എത്തില്ല നമ്മളുടെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഭഗവാന്റെ സബ്സെർവിയന്റ് ആയിട്ട്, ഭഗവാന്റെ സേവകന്മാരായിട്ട് ഭഗവാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് എല്ലാം ഭഗവാൻ വേണ്ടുന്ന തലത്തിൽ തരും. നമ്മളാണ് കൂടുതൽ അറിവുള്ള കാരണം ഭഗവാനെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഭഗവാനെ എനിക്ക് ജയിക്കാൻ പറ്റും, ഭഗവാന്റെ ക്രിയേഷനേക്കാളും നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത, ഈഗോ ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കുണ്ടെങ്കിൽ അവരെവിടെ എത്തില്ല, അവർക്ക് പരാജയം മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വേണ്ടുന്ന ആവശ്യം, നമുക്ക് ജീവിക്കാൻ എന്താണ് ആവശ്യം അത് നമുക്ക് ചെയ്യാം. അതിലപ്പുറത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സോ ദ ഇൻഹബിറ്റൻസ് ഓഫ് എർത്ത് മേ ബി ഏബിൾ ടു റീച്ച് ദ മൂൺ. പ്രഭാത തന്നെ പറയുന്നു. ഓക്കെ, നമ്മള് മാക്സിമം ചന്ദ്രനിലേക്ക് പോകാൻ പറ്റും. ബട്ട് ദ ഇൻഹബിറ്റൻസ് ഓഫ് ഹെവൻ ക്യാൻ റീച്ച് ഈവൻ ദ ഫയറി സ്ഫിയർ ഓൾ ദ സൺ. അവർക്ക് അതായത് ഉപരിലോകത്തിലെ സ്വർഗലോകത്തിലെ ആൾക്കാർക്ക് ഈവൻ സൂര്യലോകത്തിലേക്ക് പോകാൻ പറ്റും. നമുക്ക് പോകാൻ പറ്റുമോ? നമ്മളുടെ ഈ ശരീരഘടന കൊണ്ട് ശരീരം വെച്ച് പോകാൻ പറ്റില്ല. അപ്പൊ ഓരോ സ്ഥലത്തിനും ഉള്ള ജീവാത്മാക്കൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ശരീരഘടനയുണ്ട്. സിമിലർലി ടു സീ ദ സുപ്രീം ലോർഡ് വൺ മസ്റ്റ് ഹാവ് ദ സ്പിരിച്വൽ ഐസ് ഓഫ് ഡിവോഷണൽ സർവീസ്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളത് മാംസചക്ഷുവാണ്, ചർമ്മചക്ഷു. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭഗവാൻ സച്ചിദാനന്ദമാണ്. നമ്മളുടെ സെൻസസ്, ഇന്ദ്രിയങ്ങള് വെറും മാറ്റർ കൊണ്ടുണ്ട്, ജഡമാണ്. അപ്പൊ നമുക്ക് ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു സ്പിരിച്വൽ വിഷൻ തരും. എങ്ങനെ വിശ്വരൂപത്തെ അല്ലെങ്കിൽ വിരാട് രൂപത്തെ അർജുനന് കാണാൻ ഭഗവാൻ വിഷൻ കൊടുത്തു, എങ്ങനെ സഞ്ജയന് വ്യാസദേവൻ വിഷൻ കൊടുത്തു, ആ ഒരു ആത്മീയമായിട്ടുള്ള തലത്തിലുള്ള ഒരു വിഷൻ അങ്ങനെ അവർക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് ഈ ഭൗതിക തലത്തിലുള്ള ഇതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഭൗതിക തലത്തിലുള്ള ജഡമായിട്ടുള്ള ചക്ഷു, മാംസചക്ഷുകളെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. സോ ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് unapproachable by those who are habituated to speculation about the absolute truth in terms of experimental scientific thought without reference to transcendental vibration. അപ്പോൾ ആരോഹണ പന്ഥ, അവരോഹണ പന്ഥ. ആരോഹണ പന്ഥ പറഞ്ഞാൽ അസെൻഡിങ് ആയിട്ടുള്ളത്. അതായത് ജ്ഞാനികൾ സാധാരണ ഇതെല്ലാം മനസ്സിലാക്കുന്ന അവരുടെ സ്വന്തം എഫേർട്സ്, അവരുടെ സ്വന്തം കഴിവ് കൊണ്ടാണ്. നമ്മളിപ്പോൾ സയന്റിസ്റ്റൊക്കെ R&D ചെയ്യുന്നില്ലേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഓരോന്നും മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിലൊരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കും. അതേപോലെ ജ്ഞാനികളും അവരുടെ സ്വന്തം ശക്തി, കഴിവ് ഉപയോഗിച്ചിട്ട് അവർ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ജ്ഞാനികൾ. പക്ഷെ ഭക്തന്മാരെന്താ ചെയ്യാം? ഭക്തന്മാര് അവര് സ്മാർട്ടാണ്. അവരൊക്കെ ആ ശരിക്കുള്ള ടാക്ടിക്സ്, ശരിക്കുള്ള നാക്ക് അറിയാം, എങ്ങനെ ഭഗവാന്റെ ദർശനം കിട്ടാം, ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാം. ഓത്തന്റിക് അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷനിൽ വരുന്ന ജ്ഞാനത്തെ സ്വീകരിക്കുന്നു. ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഒരു പ്രൊഫസർ എന്താണ് പറയുന്നത് അത് സ്റ്റുഡന്റ് അതേപടി അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അറിയാം, ഈസ് അതോറിറ്റി അല്ലേ. ഒരു കോളേജില് ഒരു പ്രൊഫസർ, ഒരു ലെക്ചർ പറയാണ്, ഇതാണ് ഇതിന്റെ ഒരു ആൻസർ ഒരു ചോദ്യത്തിന്റെ, അത് നമ്മൾ അവിടെ ആർഗ്യൂ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഹീസ് എൻ അതോറിറ്റി ഓൺ ദാറ്റ് സബ്ജക്ട്. അതേപോലെ നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാര്, ഭക്തന്മാര്, അവർ ചെയ്യുന്ന അതേപടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മളിതിന് തലപ്പൊട്ടിക്കണം, നമ്മൾ തലപ്പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അതാണ് രാമാനുജാചാര്യ പറയുന്നത്, മങ്കി ആൻഡ് ബേബി മങ്കി, അതേപോലെ കാറ്റ് ആൻഡ് കിറ്റൻ. ആ ഒരു ഇത് നമ്മൾ കാറ്റ് ആൻഡ് കിറ്റനാണ്. അതായത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതി. അമ്മ പൂച്ച നമ്മളെ, അതായത് കുട്ടി പൂച്ചയെ അതൊക്കെ ഒരു വേദനയില്ലാണ്ട് കടിച്ചു തൂക്കിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക്. മറ്റത് ബേബി കുരങ്ങൻ, കുട്ടി കുരങ്ങനെ അത് മുറുക്കി പിടിക്കണം, കയ്യിൽ നിന്ന് തിരിപ്പ് പോയാൽ പോയി, വീണു. അപ്പൊ നമ്മളുടെ വഴി, അതായത് അവരോഹണ പന്ഥ, ദാറ്റ് ഈസ് എ വെരി വെരി ഈസി ആൻഡ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഓൾ അതർ സിസ്റ്റം.
ഭക്തി യോഗ. അതാണ് ഇവിടെ പറയുന്നത്. വിതൗട്ട് റിഫറൻസ് ടു ട്രാൻസ്ഫറൻറ്റ് വൈബ്രേഷൻ, അതായത് ശാസ്ത്രത്തിൽ എന്താണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ സ്വന്തമായിട്ട് സ്പെക്കുലേറ്റിൻ്റെ ആവശ്യമുണ്ട്. ജ്ഞാനികൾ സ്പെക്കുലേറ്റ് ചെയ്യും, നേത്തി ഇതല്ല അതല്ല ഇതല്ല അതല്ല, അങ്ങനെ സ്പെക്കുലേറ്റ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. The ascending approach to the absolute truth ends in realization of impersonal Brahman and the localized Paramatma, but not the Supreme Personality of Godhead. അപ്പോൾ അസെൻഡിങ് മെത്തേഡ്, അതായത് ആരോഹണ പന്തത്തിലൂടെ നമുക്ക് മാക്സിമം ഇംപേഴ്സണൽ ബ്രഹ്മജ്യോതിയും ലോക്കലൈസ് പരമാത്മാവിനെ മാത്രമേ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റൂ. ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. സയൻസ് ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ, ഹൈപ്പോത്തിസിസ്, എക്സ്പെരിമെന്റ് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ ഒന്ന് ഹൈപ്പോത്തിസിസ് അനുമാനിക്കുന്നു, പിന്നെ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇൻഫറൻസ് ആൻഡ് കൺക്ലൂഷനിൽ എത്തുന്നു. അതിൽ ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കും. കാരണം ഈ 4 ഡിഫക്ട്സ് നമുക്കുണ്ട്. 4 ഡിഫക്ട്സ് എന്താണ്? കമ്മിറ്റിംഗ് സിൻ, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്, പിന്നെ സബ്ജക്ട് ടു ബി ഇല്യൂഷൻ, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ആൻഡ് ഇംപെർഫെക്റ്റ് സെൻസസ്. അതുകൊണ്ട് ആ ഒരു അസെൻഡിങ് മെത്തേഡ് എപ്പോഴും ശരിയായിക്കൊണ്ട് നിർബന്ധമില്ല. ബട്ട് ദ ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ആസ് വെൽ ആസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ എന്താണ് അവരോഹണ പന്ഥ അല്ലെങ്കിൽ ഡിസെൻഡിങ് പ്രോസസ് ത്രൂ ദ അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിൻ സക്സഷൻ ആണ് ദ ബെസ്റ്റ് വേ. സോ ഭക്തന്മാര് ഭാഗ്യവന്മാരാണ്. കാരണം വെച്ചാൽ ദേ ഹാവ് accepted the right approach. 26. ജ്ഞാനയോഗമാർഗേ താൻഡേ ഭജ യേ സഭ ബ്രഹ്മ ആത്മരൂപേ താൻഡേ കരേ അനുഭവ. ജ്ഞാനയോഗമാർഗേ താൻഡേ ഭജ യേ സഭ ബ്രഹ്മ ആത്മരൂപേ താൻഡേ കരേ അനുഭവ. ഹരേ കൃഷ്ണ. ജ്ഞാനയോഗ മാർഗേ തൻറേ ഭജയേ സബ ബ്രഹ്മ ആത്മരൂപേ തൻറേ കരേ അനുഭവ. ഹരേ കൃഷ്ണ. കൂടി ഹരേ കൃഷ്ണ. ശ്ലോകം 26. ഏട്ടാ ഒന്ന് ഫോൺ കൊണ്ടോ. ജ്ഞാനയോഗേ മാർഗേ താൻഡേ ഭജയേ സഭ ബ്രഹ്മ ആത്മാരൂപേ താൻഡേ കാരേ അനുഭവ. വിവർത്തനം. ഭാവാർത്ഥം എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവരും അവിടുന്ന് മാത്രമാണ് ഭജിക്കുന്നത്. എന്തെന്നാൽ ബ്രഹ്മാവും പരമാത്മാവും അവിടുന്ന് തന്നെ. Very good. Those who walk the paths of knowledge and yoga worship only him, for it is him they perceive as the impersonal Brahman and localized Paramatma. അപ്പോ ജ്ഞാന യോഗ പാത്തിലൂടെയും പിന്നെ അഷ്ടാംഗ യോഗ പാത്തിലൂടെയും ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരും ആരാണ്? ഭഗവാൻ തന്നെയാണ് അവർ വർഷിപ്പ് ചെയ്യുന്ന, ആരാധിക്കുന്നത്. പക്ഷേ അത് ഭഗവാന്റെ രൂപത്തിലല്ല, പക്ഷേ ബ്രഹ്മജ്യോതിയിലെയും പരമാത്മാവിന്റെയും രൂപത്തിലാവുന്നു. കാരണം അവർക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് മാക്സിമം ബ്രഹ്മജ്യോതി, അതായത് ജ്ഞാനികൾക്ക് ബ്രഹ്മജ്യോതി, യോഗികൾക്ക് അഷ്ടാംഗ യോഗികൾക്ക് പരമാത്മ. ഈ 2 റിയലൈസേഷൻ, അത് എഗെയിൻ അത് കംപ്ലീറ്റ് റിയലൈസേഷൻ അല്ല. കംപ്ലീറ്റ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ റിയലൈസേഷൻ. ആ ഭഗവാൻ റിയലൈസേഷന് ബ്രഹ്മൻ റിയലൈസേഷനും പരമാത്മാ റിയലൈസേഷനും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനികൾക്ക് ബ്രഹ്മനും അതേപോലെ അഷ്ടാംഗ യോഗികൾക്ക് പരമാത്മാവും മാത്രമേ മനസ്സിലാവൂ. ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് റിയലൈസേഷൻ പറഞ്ഞാൽ ഭഗവാൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് സത്യത അല്ലേ? അപ്പൊ ഭഗവാനാണ് കംപ്ലീറ്റ്. സോ ദോസ് ഹു ആർ fond of mental speculation, jnana marga, or want to meditate in mystic yoga to find the absolute truth must approach the impersonal effulgence of the Lord and his partial representation respectively. Appo Paramatma ennu parnal partial representation, Bhagwante partial representation മാത്രമേ ഉള്ളൂ പരമാത്മ. ആൻഡ് ബ്രഹ്മജ്യോതി പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന തേജസ്. Such persons cannot realize the eternal form of the Lord.
ഇവർക്ക് ഈ രണ്ട് പന്ഥാവ് സ്വീകരിക്കുന്ന ആൾക്കാർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഭക്തർക്ക് മാത്രമേ, അവിടെ ഭക്തർ മാത്രമാണ് സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സേവനം ഒരു ബ്രഹ്മജ്യോതിക്കോ പരമാത്മാവിനൊക്കെ സേവനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ ഒരു പേഴ്സണെ നമുക്ക് ഒരു അബ്സ്ട്രാക്ട് ലൈറ്റിന് നമുക്ക് സേവിക്കാൻ പറ്റില്ല. അപ്പോൾ സേവനം എന്ന് പറഞ്ഞാൽ there should be a person. Such person cannot realize the eternal form of the Lord. Text 27. നമ്മൾ ചർച്ച ചെയ്യുന്നത് ചൈതന്യ മഹാപ്രഭു ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും തമ്മിൽ യാതൊരു അന്തരമില്ല, വ്യത്യാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ആ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കലിയുഗത്തിൽ. there is no difference at all എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉപാസന ഭേദേ ജാനി ഈശ്വര മഹിമാം അതയേവ സൂര്യതന്ദ്ര ദീയത്തെ ഉപമാം. ഉപാസന ഭേദേ ജാനി ഈശ്വര മഹിമാം അതയേവ സൂര്യതന്ദ്ര ദീയത്തെ ഉപമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപാസന ഭേദേ ജാനി ഈശ്വര മഹിമാ അഥൈവ സൂര്യതന്ദ്ര ദീയത ഉപമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 27. ഉപാസനാ ഭേദേ ജാനി ഈശ്വര മഹിമാ അദയേവ സൂര്യതന്ദ്ര ദീയേത ഉപമാ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം വിവിധ ഉപാസനാ മാർഗങ്ങളിലൂടെ ഒരുവന് ഭഗവൻ മഹിമാനങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്, സൂര്യന്റെ ഉപമ തെളിയിച്ചതുപോലെ. ഹരേ കൃഷ്ണ. Thus one may understand the glories of the Lord through different modes of worship, as the example of the sun illustrates. അതേപോലെ ഭഗവാനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോസസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ സൂര്യ ഭഗവാന്റെ ആ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. അതേപോലെ 28. സേ നാരായണ കൃഷ്ണേര സ്വരൂപാഭേദം ഏകായി വിഗ്രഹ കിന്തു ആകാര വിഭേദ. സേ നാരായണ കൃഷ്ണേര സ്വരൂപാഭേദം ഏകായി വിഗ്രഹ കിന്തു ആകാര വിഭേദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സേ നാരായണ കൃഷ്ണേര സ്വരൂപ അഭേദ ഏകൈ വിഗ്രഹ കിന്തു ആകാര വിഭേദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സേ നാരായണ കൃഷ്ണേര സ്വരൂപ ഭേദ ഏകൈ വിഗ്രഹ കിന്തു ആകാര വിഭേദ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. നാരായണനും ശ്രീകൃഷ്ണനും ഒരേ ഭഗവാൻ തന്നെ, എന്നാൽ അവരുടെ ആകാര സവിശേഷതകൾ വിഭിന്നമാണ്. ഹരേ കൃഷ്ണ. Haribol. Narayana and Sri Krishna are the same personality of Godhead, but although they are identical, their bodily features are different. അപ്പോ നാരായണനും ശ്രീകൃഷ്ണനും ഒരേ ആൾ തന്നെയാണ്, ബട്ട് എന്താണ് വ്യത്യാസം? ബോഡി ഫീച്ചേഴ്സ് ആണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ 2-handed ഫോം ആണ്. കൃഷ്ണന്റെ കയ്യിൽ എന്താണ്? ഒരു ഫ്ലൂട്ട് മാത്രമേ ഉള്ളൂ. നാരായണന് ചതുർഭുജം, ശംഖ് ചക്ര ഗദാ പത്മ, ഇതാണ് നാരായണന്റെ കയ്യിലുള്ള. നാരായണ ഭഗവാൻ വൈകുണ്ഠത്തിലാണ്, ശ്രീകൃഷ്ണൻ ഗോലോകത്തിലാണ്. ബേസിക്കലി രണ്ടുപേരും ഒന്നാണ്. ഒരാൾ വീട്ടിലെ, ഒരാൾ ഓഫീസിൽ, ഇത്ര വ്യത്യാസമുള്ളൂ. ശ്രീകൃഷ്ണൻ വീട്ടിലെ ആളാണെങ്കിൽ അതേ ആള് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് സൂട്ടും കോട്ടും ബൂട്ടൊക്കെ ഇട്ടിട്ട് ഓഫീസിൽ വരുന്നു. ഒരു പ്രഭാത എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, സുപ്രീം കോടതി ജഡ്ജ് വീട്ടിലെങ്ങനെയാണ്, കോർട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ്? വീട്ടിലത്തെ അതേ അറ്റയറിലാണോ അവിടെ വരിക? അല്ല, അല്ലേ? ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് വീട്ടിൽ വളരെ ജോവിയലായിരിക്കും, ഹ്യൂമറസ് ആയിരിക്കും, വളരെ കാഷ്വൽ ആയിരിക്കും, ഫോർമൽ ആയിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും. നേരെ മറിച്ച് ഓഫീസിലാവുമ്പോൾ ടൈറ്റ് ലിപ്ഡ്, ശരിക്കും കൂടിയില്ല, ഓക്കെ, എക്സിക്യൂട്ടീവ് പൊസിഷനായിരിക്കും, ജോവിയലായിരിക്കില്ല, ഹ്യൂമറസ് ആയിരിക്കില്ല, വളരെ ഫോർമൽ ആയിരിക്കും. അപ്പോൾ സെയിം പേഴ്സണാലിറ്റി ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്, അത്രയേ ഉള്ളൂ. ഭഗവാൻ കൃഷ്ണൻ ഗോലോകത്തിൽ എല്ലാവരായിട്ട് കളിച്ച് ചിരിച്ച് ശാന്തരസത്തിലും ദാസ്യരസത്തിലും സഖ്യരസത്തിലും വാത്സല്യരസത്തിലും മാധുര്യരസത്തിലും എല്ലാവരുമായിട്ട് വളരെ കാഷ്വലായിട്ട്, വളരെ ജോവിയലായിട്ട്, ഹ്യൂമറസ് കൂടി വളരെ ആനന്ദിച്ചിട്ട് അവിടെ കളിക്കുന്നു.
പക്ഷേ വൈകുണ്ഠത്തിൽ വരുമ്പോൾ നടക്കും അത് നമ്മുടെ ഐശ്വര്യഭാവത്തിൽ മാത്രമേ. നമ്മുടെ ഐശ്വര്യം പ്രിഡോമിനന്റ് ആയിട്ട് എന്താണ് ഐശ്വര്യഭാവം, ഓൺ റെഫറൻസ്. അവിടെ ഭഗവാൻ നാരായണന്റെ തോളിലിട്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? ലക്ഷ്മി ദേവിക്കും കൂടിയും ആ ഒരു ഇതില്ല. അവിടെ എപ്പോഴും പാദങ്ങള് മസാജ് കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് എവിടെ ഭഗവാന്റെ തോളിലാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തോളില് വേറെ ഗോപന്മാരെ എടുത്തിട്ട് ഓടും പണിഷ്മെന്റ് ആയിട്ട്. മറ്റുള്ളവർ കഴിച്ചിട്ടുള്ള അതിന്റെ ബാക്കി ഝൂട്ട ഭഗവാൻ കഴിക്കും. ഈ ഒരു ഫ്രീഡം, ഇത്രയും കാഷ്വലായിട്ട് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രസങ്ങളിൽ ഭഗവാനോട് നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഭഗവാനുണ്ടോ? നമുക്ക് ശാന്തഭാവത്തിൽ ശാന്തം, ദാസ്യം, സഖ്യം, വാത്സല്യം, അതൊരു ഏത് ഭാവത്തിലാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്ന ആ ഭാവത്തിൽ നമുക്ക് ഭഗവാന് റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റും. വേറെ ഒരു ഇതിനും കാണില്ല. ഇതാണ് ഭഗവാന്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാനെ എങ്ങനെ വേണം കാണാം. ഭഗവാൻ അതായത് അഹം ഭക്ത പരാധീനം എന്നാണ്. ഭക്തന്മാരുടെ അധീനത്തിലായിട്ട് വരും അല്ലെ. നമ്മുടെ അർജുനൻ പറഞ്ഞു ഭഗവാനോട് തേരാളിയാവാൻ ആയി, യശോദര മകനായിട്ട് വരാൻ പറഞ്ഞു, മകനായിട്ട് വന്നു. ഗോപിമാരുടെ ലവറായിട്ട് വരാൻ പറഞ്ഞു, ലവറായിട്ട് വന്നു. ഗോപന്മാരുടെ സഖായിട്ട് വരാൻ പറഞ്ഞു, വന്നു. അപ്പോൾ ഏത് ഭാവത്തിലും ഏത് ഇതിലും ഭഗവാനെ നമുക്ക് ആ ഒരു ആദാൻ പ്രദാൻ റെസിപ്രോക്കൽ ഡീലിങ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ വൈകുണ്ഠത്തിൽ പറ്റില്ല. കാരണം വൈകുണ്ഠത്തിലെ പോസ്റ്റ് ഒരു ഒഫീഷ്യൽ പോസ്റ്റാണ്. ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ബലറാമിന്റെ എക്സ്പാൻഷൻ ചതുർവ്യൂഹ. അതിലുള്ള ചതുർവ്യൂഹത്തിലെ ആ മൂലസംഘർഷത്തിൽ നിന്ന് വീണ്ടും നാരായണൻ വരുന്നു. ആ നാരായണന് വീണ്ടും നെക്സ്റ്റ് ക്വാഡ്രൂപ്ലെറ്റ്സ്, നെക്സ്റ്റ് ചതുർവ്യൂഹ വരുന്നു അല്ലേ. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നാരായണന് ബലറാമിന്റെ ചതുർവ്യൂഹത്തിലുള്ള മൂലസംഘർഷത്തിൽ നിന്ന് വരുന്നതാണ് നാരായണ ഭഗവാൻ വൈകുണ്ഠത്തിൽ. പക്ഷെ ബോത്ത് ആർ സെയിം, വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. इन्होता द्विभुजा तीनों धारे चारी तहा था, इनको वेणु धरे तीनको चक्राधिका सा था। इन्होता द्विभुजा तीनों धारे चारी हाथा, इनको वेणु धारे तीनको चक्राधिका सा था. ഹരേ കൃഷ്ണ. ശ്ലോകം 22. ഇൻഹോ ദ്വിഭുജ തിൻഹോ ധാരേ ചാരി ഖാധ, ഇൻഹോ വേണു ധരേ തിൻഹോ ചക്രാധികാ സാധ. इन्हो द्विभुजा तिन्हो धरे चारि हाथ, इन्हो वेणु धरे तिन्हो चक्राधिगसात. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണന് ഓടക്കുഴലേന്തിയ 2 കരങ്ങളും നാരായണന് ശംഖ്, ചക്രം, ഗദ, പത്മങ്ങളോടുകൂടിയ 4 കരങ്ങളുമുണ്ട്. ഭാവാർത്ഥം. നാരായണൻ ശ്രീകൃഷ്ണനിൽ നിന്ന് അഭിന്നനാണ്. അവർ വാസ്തവത്തിൽ വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്ന ഒരേ വ്യക്തി തന്നെയാണ്. സ്വന്തം വീട്ടിലും ജോലിസ്ഥലത്തും വ്യത്യസ്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയെ പോലെ ഭഗവാൻ നാരായണൻ എന്ന നിലയിൽ ചതുർഭുജനായും കൃഷ്ണരൂപത്തിൽ 2 കരങ്ങളോടും കാണപ്പെടുന്നു. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് കി ജയ്. This personality of Godhead Sri Krishna has 2 hands and holds a flute, whereas the other Narayana has 4 hands with conch, wheel, mace and lotus. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ കൃഷ്ണന്റെ എല്ലാ ആയുധം എന്താണ്? ഫ്ലൂട്ട്. ആ ഫ്ലൂട്ടില് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ. ഒരു മുളക്കഷ്ണം, അതിൽ കുറച്ച് 7-8 ഹോൾസ്, അത് വരുന്ന ആ നാദമം വളരെ വളരെ മധുരമുള്ളത് അല്ലെ, സ്വീറ്റ്. എത്ര കോംപ്ലിക്കേറ്റഡ് സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിനൊക്കെ കവച്ച് വെക്കുന്ന തരത്തിലുള്ള നാദമാണ് അന്ന് കിട്ടുക. ഭഗവാൻ കൃഷ്ണൻ അതായിട്ടാണ്. ഗോപികമാർ പറയുന്നുണ്ട്, അതായത് എന്ത് ഭാഗ്യമാണ് ഈ വേണുവിന് കിട്ടിയിരിക്കുന്നത്. എപ്പോഴും ഭഗവാന്റെ ഒന്നല്ലെങ്കിൽ അരയിൽ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുണ്ടിലുണ്ടായിരിക്കും. എന്നാണ് ഫ്ലൂട്ട് പറയുന്നത്. അതായത് അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്നില്ല. എന്നെ ഒരുപാട് തീയിലിട്ട് അതിനെ മയക്കി ഒരുപാട് എനിക്ക് തപിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്.
അത് ജസ്റ്റ് അങ്ങനെ വെറുതെ മുളകഷ്ണം കൊടുത്ത് ഉണ്ടാക്കിയാൽ നാദം വരില്ല. അതിന് തീയിലിട്ട് ഒരുപാട് മയക്കിയെടുക്കണം. അപ്പൊ അത്രയും തപിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു അവസരം, ഒരു ഭാഗ്യം വന്ന് കിട്ടിയത് എന്ന് ഫ്ലൂട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ കയ്യില് ആ ഒരു ഫ്ലൂട്ട് മാത്രമേ ഉള്ളൂ. നാരായണന്റെ കയ്യിൽ എന്താണുള്ളത്? കോൺസ്, വീൽ, മേസൻ ലോട്ടസ്, ശംഖ്, ചക്ര, ഗദ, പത്മ. So Narayana is identical to Sri Krishna. They are in fact the same person manifested differently, like a high court judge who is differently situated in his office and at home. As Narayana, the Lord is manifested with 4 hands, but as Krishna is manifested with 2 hands. 30. Narayanastam nahi sarvadehinam Atmasi adishakhila lokasakshi Narayanongam narabhujaya jalayanat Tachapi satyam natavaiva maya Narayanastam nahi sarvadehinam Atmasi adisakhila lokasakshi Narayanongam narabhujalayanath Tachapim satyam natavaiva maya. Hare Krishna. Hare Krishna. Narayanastam nahi sarvadehinam Atmasi adisakhila lokasakshi Narayano angam narabhujalayanat Tachapi satyam natavaiva maya. Hare Krishna. Hare Krishna. Hare Krishna. नारायणत्वं न हि सर्वदेहिनाम् आत्मासि अधीशाखिललोकसाक्षी नारायणोऽङ्गं नरभूजलायनात् तच्चापि सत्यं न तवैव माया. വിവർത്തനം. ദേവദേവ, അങ്ങ് സർവസൃഷ്ടിയുടെയും സാക്ഷിയും ദേഹികളുടെ എല്ലാം ജീവനുമാകുന്നു. അതുകൊണ്ട് അങ്ങ് എന്റെ പിതാവ് നാരായണനല്ലേ? നരനിൽ നിന്നുള്ള, അതായത് ഗർഭോദകശായി വിഷ്ണുവിൽ നിന്നുള്ള ജലം വാസസ്ഥലമായവനെ നാരായണൻ എന്ന് പറയുന്നു. ആ നാരായണൻ അങ്ങയുടെ സമഗ്രാംശവുമാകുന്നു. അങ്ങയുടെ വിസ്തരണങ്ങളൊന്നും തന്നെ മായാശക്തിയുടേതല്ല, അവ ദിവ്യങ്ങളാണ്. ഹരേ കൃഷ്ണ. O Lord of Lords, you are the seer of all creation. You are indeed everyone's dearest life. Are you not therefore my father, Narayana? Narayana refers to one whose abode is in the water born from Nara, Garbhodasai Vishnu. And that Narayana is your plenary portion. All your plenary portions are transcendental. They are above absolute and are not creations of man. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാന്റെ ക്രിയേഷനെ കാണാൻ പറ്റുന്ന, യു ആർ ഇൻഡീഡ് എവരിവൺസ് ഡിയറസ്റ്റ് ലൈഫ്. ഓക്കെ, എൻ്റെ ഫാദറാണ്. ആർ യു നോട്ട് ദർ ഫോർ മൈ ഫാദർ നാരായണ? എൻ്റെ അച്ഛനല്ല. നാരായണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ നിന്ന് ജനിച്ച ശയിക്കനാട്, അല്ലേ? ഗർഭോസായ വിഷ്ണു. Abode is in the water born from Nara, Garbhosayi Vishnu. And that Narayana is your plenary portion. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൽറാം, ചതുർവ്യൂഹ, പിന്നെ ആ സംഘർഷത്തിൽ നിന്ന് വരുന്നതാണ് നാരായണൻ. അപ്പോൾ പ്ലെനറി പോർഷനാണ്. പ്ലെനറി പോർഷൻ, പോർഷൻസ് ഓഫ് ദ പോർഷൻസ് ഓഫ് ദ പോർഷൻ. ഓൾ യുവർ പ്ലെനറി പോർഷൻസ് ആർ ട്രാൻസെൻഡന്റ്. എല്ലാം അതൊന്നും പ്രകൃതിയുടെ ഗുണം, 3 ഗുണത്തിന്റെ അധീനത്തിൽ വരുന്നല്ല, ദിവ്യമായിട്ടുള്ള തലത്തിലാണ്, ദിവ്യമാണ്. ദേ ആർ അബ്സല്യൂട്ട് ആൻഡ് ആർ നോട്ട് ക്രിയേഷൻസ് ഓഫ് മായ. ഭഗവാന്റെ ബഹിരാംഗ ശക്തിയുടെ ഒരു ക്രിയേഷൻ അല്ല എന്നാണ് പറയുന്നത്. ബഹിരാംഗ ശക്തി എന്ന് പറഞ്ഞാൽ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്, അബ്സല്യൂട്ട് അല്ല. മായാലോകം റിലേറ്റീവ് ട്രൂത്ത് ആണ്, ഒരു ഷേഡ് പോലെയാണ്, അല്ലെ? നമ്മളുടെ വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ, ടെമ്പററി ആണ്. അപ്പൊ അങ്ങ് ഭഗവാൻ കൃഷ്ണനും ഒന്നാണ്, പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടതല്ല, ക്രിയേറ്റഡ് ആയതല്ല. യു ആർ അബ്സല്യൂട്ട് ട്രൂത്ത്, നോട്ട് റിലേറ്റീവ് ട്രൂത്ത്. So this statement, which is from Srimad Bhagavatam 10.14.14, was spoken by Lord Brahma in his prayers to Lord Krishna after the Lord had defeated him by displaying his mystic powers. So എപ്പോഴാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുമ്പോൾ, ആഫ്റ്റർ ദ ലോർഡ് had defeated him by displaying his mystic powers. എങ്ങനെയാണ് ബ്രഹ്മാവിനെ
പരാജയപ്പെടുത്തിയത് ഏത് ലീലയിലാണ്? ബ്രഹ്മവിമോഹൻ. Yes. Brahma Leela. Okay. Brahma had tried to test Lord Krishna to see if he were really the Supreme Personality of Godhead playing as a cowherd boy. Brahma stole all the other boys and their cows from the pasturing grounds. But when he returned to the pastures, he saw that all the boys and cows were still there. For Lord Krishna had created them all again. ഭഗവാൻ സ്വയം എക്സ്പാൻഷൻ ആയി കൗഡ് ബോയ്സ് ആയിട്ടും കാവ്സും ആയിട്ട്. ബ്രഹ്മാവ് വിചാരിച്ചു ഞാൻ പോയി കൊണ്ടുപോയി ഒളിച്ചിരിക്കുകയാണ്, നോക്കട്ടെ എന്താ ചെയ്യാന്ന്. ടെസ്റ്റ് ചെയ്യായിരുന്നു ഭഗവാൻ തന്നെയാണോ എന്നുള്ളത്. So when Brahma saw this mystic power of Lord Krishna's, he admitted defeat and offered prayers to the Lord, addressing him as the proprietor and seer of everything in the creation and as the super soul who is within each and every living entity and is dear to all. അപ്പോൾ ഭഗവാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്. എന്താണ് പറയുന്നത്? യു ആർ ദ പ്രൊപ്പറേറ്റർ ആൻഡ് സിയർ ഓഫ് എവറിഥിങ്. അപ്പോൾ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ശ്രീല പ്രഭുപാദ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കോയിൻ ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ ആ പേരിന് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. സുപ്രീം ആണ് ഏറ്റവും ടോപ്പിൽ അല്ലെ. പിന്നെ പേഴ്സണാലിറ്റി ഈസ് എ പേഴ്സൺ. ഒരു അബ്സ്ട്രാക്ട് ലൈറ്റ് അല്ല, ഒരു ജ്യോതി അല്ല. ജ്യോതി ഉണ്ട്, വൺ ഓഫ് ദ ആസ്പെക്ട്, ബട്ട് പ്രൈമറിലി ഈസ് എ പേഴ്സൺ, പേഴ്സണാലിറ്റി. പിന്നെ ഓഫ് ഗോഡ് ഹെഡ്, ഒരുപാട് ഈശ്വരന്മാരുണ്ട്, അതിന്റെ ഹെഡാണ്. ഇതിന് ഇനി അതിലൊരു ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി കൊടുക്കാനില്ല. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. സോ ഹി ഈസ് എ പ്രൊപ്പറേറ്റർ, ഹി ഈസ് എ കൺട്രോളർ, ഹി ഈസ് എ മാസ്റ്റർ, ഈസ് എവറിഥിങ്. അതുകൊണ്ട് ആ ഭഗവാനെ അസമ ഊർധ്വ എന്ന് പറയുന്നു. അസമ ഊർധ്വ, ഈക്വൽ ആയിട്ടുമില്ല, മുകളിൽ ആരുമില്ല. ഹി ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. So that Lord Krishna is Narayana, the father of Brahma, because Lord Krishna's plenary expansion, Garbhasai Vishnu, after placing himself on the Garbha ocean, created Brahma from his own body. നമുക്കറിയാം ബ്രഹ്മാവിന്റെ ജനനം ഗർഭസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ കമനം എന്നാണ് അല്ലെ. ആൻഡ് Mahavishnu is in the causal ocean, and Chirasai Vishnu, the super soul in everyone's heart, also transcendental expansion. അപ്പോൾ മഹാവിഷ്ണു കാരണക്കടലും, ഗർഭോസായ വിഷ്ണു ഗർഭോദക കടലും, ക്ഷീരസായ വിഷ്ണു ക്ഷീരസാഗരത്തിലാണ്. എല്ലാവരും കടലിലാണ്, എല്ലാവരും ശയിക്കുന്ന കടലിലാണ്. ബ്രഹ്മാവ് വരുന്നത് ഗർഭോസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വളരുന്ന ആ പത്മത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ലോകത്തിന് സത്യലോകം ബ്രഹ്മലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ ആ നാളത്തിലുള്ള ഏറ്റവും ഉയർന്ന പ്ലാനറ്റ് ആണ് ആര്? സത്യലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. സോ ദ ഹിസ് ഓൺ ബോഡി Mahavishnu in the causal ocean and Chirasai Vishnu, the super soul in everyone's heart, are also transcendental expansions of the supreme truth. शिशु वत्सा हरि ब्रह्म करी अपराधा, अपराधा क्षमयते मगेन प्रसादा. शिशु वत्सा हरि ब्रह्म करी अपराधा, अपराधा क्षमयते मगेन प्रसादा. हरे कृष्ण. शिशुवत्सा हरि ब्रह्मकारी अपराधा, अपराधा क्षमयते मगेन प्रसादा. हरे कृष्ण. ഹരേ കൃഷ്ണ. ശിശുവത്സ ഹരി ബ്രഹ്മ കരി അപരാധ, അപരാധ ക്ഷമയിതേ മകന പ്രസാദ. വിവർത്തനം ശ്രീ സി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭുപാദ് കീച്ചെ. കൃഷ്ണന്റെ കളിക്കൂട്ടുകാരെയും കന്നുകുട്ടികളെയും മോഷ്ടിച്ച് അപരാധം ചെയ്ത ബ്രഹ്മാവ് താൻ ചെയ്ത അപരാധത്തിൽ ഭഗവാനോട് മാപ്പപേക്ഷിക്കുകയും ഭഗവാന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. After Brahma had offended Krishna by staining his playmates and cows, he begged the Lord's pardon for his offensive act and prayed for Lord's mercy. ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണന്റെ ആ അസ്തിത്വം ഭഗവത്വം മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മാവ്
മാപ്പ് ചോദിച്ചു, മാപ്പ് അപേക്ഷിച്ചു. തന്റെ അപരാധത്തിന് ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാപ്പാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. എങ്ങനെ? സ്തുതി ചെയ്തിട്ട്. ബ്രഹ്മ പ്രേസ്. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ. तुम्हारा नाभि पद्मा हाय ते हमारा जन्मोदया, तुम्ही पिता माता आम्ही तुम्हारा तनया. तुम्हारा नाभि पद्मा हाय ते हमारा जन्मोदया, तुम्ही पिता माता आम्ही तुम्हारा तनया. ना तुम्हारा नाभि पद्मा हैते हमारा जन्मोदया, तुम्ही पिता माता आम्ही तुम्हारा तनया. हरे कृष्ण. ഹരേ കൃഷ്ണ. ശ്ലോകം 32. തോമാര നാഭി പത്മ ഹൈദേ ആമാര ജന്മോദയ, തുമി പിതാ മാതാ ആമി തോമാര തനയ. വിവർത്തനം. എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ അവിടുത്തെ നാഭിയിലെ താമരയിലാണ് ജന്മമെടുത്തത്. അപ്രകാരം അവിടുന്ന് എന്റെ പിതാവും മാതാവും ഞാൻ അങ്ങയുടെ പുത്രനുമാണ്. ഹരേ കൃഷ്ണ. I took birth from the lotus that grew from your navel. Thus you are both my father and my mother, and I am your son. അപ്പൊ അങ്ങയുടെ നാഭിയിൽ നിന്ന് വളരുന്ന ആ ലോട്ടസ് എന്നാണ് എന്റെ ജന്മം. അതുകൊണ്ട് അങ്ങയാണ് എൻ്റെ അമ്മയും അച്ഛനും, ഞാൻ അങ്ങയുടെ മകനാണ്. അപ്പം മാതാപിത എല്ലാം ആരാണ്? ഗർഭവസായ വിഷ്ണുവാണ് ബ്രഹ്മാവിന്. നമുക്ക് മാതാപിത ഒന്നാണോ? അല്ല. അപ്പൊ നമ്മളിവിടെ മനുഷ്യര് ആരുടെ പിൻഗാമികളാണ്? മനുവിന്റെ മനുക്കൾ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ, മാനവൻ, ഇംഗ്ലീഷിലെ മാൻ എന്നൊക്കെ വന്നിരിക്കുന്നത്. മനുവിന് ശേഷമാണ് ഫിസിക്കൽ യൂണിയനിൽ പ്രോജനീസ് ഉണ്ടാകാൻ തുടങ്ങിയത്. ബാക്കിയെല്ലാം അതിനു മുമ്പൊക്കെല്ലാം അവരുടെ ദിവ്യശക്തി കൊണ്ട് അവരുടെ, അതായത് എസ്പെഷ്യലി ബ്രഹ്മാവിന്റെ ഒക്കെ ശരീരത്തിൽ നിന്നൊക്കെയാണ് സേജസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. നാരദ മഹർഷി മാനസപുത്രനാണ് ഫ്രം ഡെലിബറേഷൻ. അപ്പൊ അങ്ങനെ അതിനു മുമ്പ് മനു വരുന്നവരെ അങ്ങനെയായിരുന്നു പ്രൊജനീസ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ മനുവിന് ശേഷം എസ്പെഷ്യലി മനുഷ്യന്മാര് എങ്ങനെയാണ്? ത്രൂ മെയിൽ ആൻഡ് ഫീമെയിൽ ഫിസിക്കൽ യൂണിയൻ ത്രൂ ആണ് വരുന്നത്. അവിടെ ബ്രഹ്മാവിന്റെ അച്ഛനും അമ്മയും ആരാണ്? ഗർഭവസായ വിഷ്ണു ആണെന്ന് ഇവിടെ പറയുന്നു. പിതാ മാതാ ബാലകേര നാലയ അപരാധ ക്ഷമ മോരെ കരാഹ പ്രസാദ. പിതാ മാതാ ബാലകേര നാലയ അപരാധ ക്ഷമ മോരെ കരാഹ പ്രസാദ. ഹരേ കൃഷ്ണ. പിതാ മാതാ ബാലകേര നലയ അപരാധ ക്ഷമ മോരെ കരഹ പ്രസാദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 33. പിതാ മാതാ ബാലകേര നാലയ അപരാധ ക്ഷമ മോരെ കരഹ പ്രസാദ. വിവർത്തനം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങൾ ചെയ്യുന്ന അപരാധങ്ങൾ ഗൗരവമായി എടുക്കാറില്ല. അതിനാൽ ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. Parents never take seriously the offenses of their children. I therefore beg your pardon and ask for your benediction. നമ്മളെ കുട്ടികളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ അങ്ങനെയൊന്നും ചീത്ത പറയുക, പണിഷ്യൊന്നും ചെയ്യാറില്ല. അവരെ പൊറുക്കും. കാണിച്ചാൽ അവർക്ക് വിവരമില്ലാണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ടല്ല, അവരെ കറക്റ്റ് ചെയ്യാം ശ്രമിക്കാറുണ്ട് അല്ലെ. അല്ലാണ്ട് അവരെ അനാവശ്യമായിട്ട് അവരെ പണിഷ് ചെയ്യാറില്ല. കാരണം അവർ കുട്ടികളാണ്. കുട്ടികൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെയും തെറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ബ്രഹ്മാവ് എങ്ങനെ തന്റെ മാതാപിതാക്കളുടെ കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുന്നുവോ, അതേപോലെ എന്നോടും ക്ഷമിക്കാൻ വേണ്ടി പറയുക, അങ്ങയുടെ അനുഗ്രഹം കൂടി എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ കഹേന ബ്രഹ്മ തോമാര പീത നാരായണ, ആമി ഗോപ തുമി കൈചേ അമര നന്ദന. കൃഷ്ണ കഹേന ബ്രഹ്മ തോമാര പീത നാരായണ, ആമി ഗോപ തുമി കൈചേ അമര നന്ദന. हरे कृष्णा. कृष्णा कहे न ब्रह्मा तुम्हारा पिता नारायण, आमी गोपा तुम्ही कैचे हमारा नंदना. हरे कृष्ण. हरे कृष्णा. कृष्ण कहेन ब्रह्मा तोमारा पिता नारायण, ആമി ഗോപ തുമി കൈചെ ആമാര നന്ദന. വിവർത്തനം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ബ്രഹ്മാവേ, അങ്ങയുടെ പിതാവ് നാരായണനല്ലേ, ഞാനോ വെറുമൊരു ഗോപബാലൻ.
പിന്നെ അങ്ങ് എങ്ങനെ എന്റെ പുത്രനാകും? ഹരേ കൃഷ്ണ. വെരി ഗുഡ്. Oh, Sri Krishna said to Brahma, your father is Narayana, I am but a coward boy. How can you be my son? അപ്പൊ കൃഷ്ണൻ എന്താ പറയണത്? അങ്ങയുടെ പിതാവ് നാരായണനല്ല, ഞാൻ എങ്ങനെ അങ്ങയുടെ പിതാവാകുന്നത്? ഞാനൊരു ഗോപബാലൻ മാത്രമാണ്. ശരിയല്ലേ? അതായത് കൃഷ്ണൻ തൻ്റെ ആ ഭഗവത്വത്തെ അവിടെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഗോലോക മൂഡിലാണ്, ഇവിടെ നാരായണന്റെ മൂഡിലല്ല. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ ഗോലോകത്ത്, അതായത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഭഗവാനായിട്ടാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനല്ലേ, കൃഷ്ണനായിട്ട്, ഉണ്ണിക്കണ്ണനായിട്ടാണ് വന്നിരിക്കുന്നത്, ഗോപബാലനായിട്ട് വന്നിരിക്കുന്നത്, നാരായണന്റെ രൂപത്തിലല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാനോട് ചോദിക്കുക, ഞാനെങ്ങനെ അങ്ങടെ പിതാവാവുന്നു മാതാവുന്നു? അത് നാരായണനല്ലേ, ഞാൻ ഗോപബാലൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മബാലേന തുമിക്കി നാ ഹാവോ നാരായണ, തുമി നാരായണ സുനതൻഹാര കാരണ. ബ്രഹ്മബാലേന തുമിക്കി ഹാവോ നാരായണ, തുമി നാരായണ സുനതഹാര കാരണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മബാലേന തുമി കിന ഹവോ നാരായണ, തുമി നാരായണ ശുന താഹാര കാരണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മബലേന തുമി കീന ഹാവോ നാരായണ, തുമി നാരായണ സുനാതാഹാര കാരണ. വിവർത്തനം. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, അവിടുന്ന് നാരായണനല്ലേ? തീർച്ചയായും അവിടുന്ന് നാരായണനാണ്. ദയവായി ഞാൻ പറയുന്ന തെളിവുകൾ കേൾക്കൂ. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് റിപ്ലൈ ചെയ്യാണ് കൃഷ്ണനോട്, അങ്ങനെ നാരായണൻ, ഞാൻ എല്ലാ പ്രൂഫ് തരാമെന്ന് പറയുന്നത്. ബ്രഹ്മ റിപ്ലൈ, ആർ യു നോട്ട് നാരായണൻ? യു ആർ സെർട്ടൻലി നാരായണ. പ്ലീസ് ലിസൺ ആസ് ഐ സ്റ്റേറ്റ് ദ പ്രൂഫ്. ഞാൻ അതിന് തെളിവ് തരാം, അങ്ങനെ നാരായണന് ബ്രഹ്മാവ് പറയാണ്. എന്താണ് തെളിവ്? പ്രാകൃത സൃഷ്ടിയെ യഥാ ജീവരൂപ, താഹാരയെ ആത്മതുമി മൂലസ്വരൂപ. പ്രാകൃത സൃഷ്ടിയെ യഥാ ജീവരൂപ, താഹാരയെ ആത്മതുമി മൂലസ്വരൂപ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രാകൃത സൃഷ്ടതയത ജീവരൂപ, താഹാരയ ആത്മ തുമി മൂല സ്വരൂപ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രാകൃത സൃഷ്ടിയേ യഥ ജീവരൂപ, താഹാരയേ ആത്മ തുമി രസരൂപ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുള്ള സർവ്വ ജീവജാലങ്ങളും അങ്ങയിൽ നിന്നുളവായതാണ്. കാരണം അങ്ങാണ് അവയുടെയെല്ലാം പരമാത്മാവ്. ഭാവാർത്ഥം, ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഭൗതിക വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നത്. അതീന്ദ്രിയ ലോകത്ത് ഭാവാർത്ഥം പിന്നെ ഞാൻ വായിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. All the living beings within the material and spiritual worlds are ultimately born of you, for you are the super soul of them all. എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. എല്ലാ ജീവാത്മകളും, എല്ലാ ജീവജാലങ്ങളും, ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ വേൾഡിൽ, ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും എല്ലാവരും അൾട്ടിമേറ്റ്ലി അങ്ങയുടെ മക്കൾ തന്നെയാണ്. കാരണം അവരെല്ലാവരുടെയും സൂപ്പർ സോൾ പരമാത്മാവ് അങ്ങയാണ്. ഭൗതിക ലോകത്തില് ഭഗവാൻ സൂപ്പർ സോൾ ആയിട്ടുണ്ട്. ആധ്യാത്മിക ലോകത്തിൽ സൂപ്പർ സോൾ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അവിടെ ഭഗവാൻ സ്വയം സന്നിധനാണ്, അല്ലേ? അവിടെ ഭൗതിക ലോകത്തിൽ മാത്രമാണ് സൂപ്പർ സോൾസിന്റെ റിലവൻസ് ഉള്ളൂ. ആധ്യാത്മിക ലോകത്തിൽ സൂപ്പർ സോൾ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ല, അതിന്റെ ആവശ്യമില്ല അവിടെ. അവിടെ ആവശ്യമില്ല. ഇത് ഇവിടെ മാത്രമേ, ഭൗതിക ലോകത്തിന് മാത്രമേ. അപ്പൊ ഇവിടെ സൂപ്പർ സോൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നാണ്. ഓക്കെ, ഭഗവാന്റെ മക്കളാണ്. ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തും എല്ലാവരും ഭഗവാൻ തന്നെ മക്കളാണ്. The cosmic manifestation is generated by the interaction of the three modes of material nature. The transcendent world has no such material modes, although it is nevertheless full of spiritual variegatedness. അപ്പോൾ ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം എങ്ങനെയാണ് ഇന്ററാക്ഷൻ ഓഫ് ദ ത്രീ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ? മൂന്ന് ഘടകങ്ങളുടെ ഇന്ററാക്ഷനിലൂടെയാണ് ഇത്
പ്രത്യക്ഷമായിരിക്കുന്നത്, പ്രകടമായിരിക്കുന്നത്. ബട്ട് ട്രാൻസെൻഡന്റൽ വേൾഡ് ഹാസ് നോ സച്ച് മെറ്റീരിയൽ മോഡ്സ്. അവിടെ ഈ മൂന്ന് ഗുണങ്ങളുടെ പ്രഭാവമില്ല. അത് ട്രാൻസെൻഡന്റൽ ആണ്. മൂന്ന് ഗുണത്തിന്റെയും അതീതമാണ്. ഓൾദോ ഇറ്റ് ഈസ് നെവർത്തിലെസ് ഫുൾ ഓഫ് സ്പിരിച്വൽ, ഒരുപാട് വെറൈഗേറ്റഡ്നെസ്, സ്പിരിച്വൽ ആയിട്ടുള്ള വെറൈറ്റീസ് ഉള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നത്. അതൊരു ഡൾ പ്ലേസ് അല്ല. ഒരുപാട് വെറൈറ്റി ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നത് സ്പിരിച്വൽ വേൾഡിലും. ഇവിടത്തേക്കാളും എത്രയോ കൂടുതലുണ്ട്. ഭഗവാൻ അവിടെ ആനന്ദിക്കുന്നുണ്ട്, ഗോലോകത്തിലും വൈകുണ്ഠത്തിലൊക്കെ. ഇൻ ദാറ്റ് സ്പിരിച്വൽ വേൾഡ് ദർ ആർ ആൾസോ ഇൻന്യൂമറബിൾ ലിവിംഗ് എൻറ്റിറ്റീസ് who are eternally liberated soul engaged in transcendental service to Krishna. പറയുന്നത് ഏകാംശന സ്ഥിതോ ജഗത്. ഈ ജഗത്ത്, ഈ ഭൗതിക ലോകം ഏകാംശം, 1 ഫ്രാഗ്മെന്റൽ പാർട്ടേ ഉള്ളൂ. 3/4 സ്പിരിച്വൽ വേൾഡ് ആണ്. ഏറ്റവും കൂടുതൽ ലിവിംഗ് ബീങ്സ് ഭഗവാന്റെ ഭക്തന്മാരെ അവിടെയാണ്, സേവകന്മാര് ആധ്യാത്മിക ലോകം. ഇവിടെ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ജസ്റ്റ് a fragment, 1/4. The conditioned souls who remain within the material cosmic creation are subject to the threefold miseries and pangs of material nature. They exist in different species of life because they are eternally averse to transcend loving service, devotion of the Supreme God. അപ്പോൾ നമ്മളെല്ലാം ബദ്ധാത്മാക്കളായിട്ട് അറിയപ്പെടുന്നു. കാരണം നമ്മൾ ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ത്രിവിധ ക്ലേശങ്ങളിൽ അനുഭവിക്കേണ്ടി വരും. എന്താണ് ത്രിവിധ ക്ലേശങ്ങൾ? ആദിഭൗതികം, ആധ്യാത്മികം, ആധ്യാത്മിക, ആദിഭൗതിക് ആൻഡ് ആദിദൈവിക്. ആൻഡ് പാങ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. പ്രകൃതി നമുക്ക് തരുന്ന ഒരുപാട് ദുഃഖങ്ങളും കഷ്ടങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. They exist in different species of life. In 84 lakhs of species, 8,400,000 സ്പീഷീസ്. അതിലുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസിലാണ് നമ്മളെല്ലാം കണ്ടീഷൻ ലൈഫായിട്ട് ബദ്ധാത്മാക്കളായിട്ട് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം eternally averse to transcend loving devotion. നമ്മള് അനാദികാലം മുതൽക്ക് ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാണ്ട് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്, അവേഴ്സാണ്. നമ്മള് ഭഗവാന് ഫേവറബിൾ ആയിട്ടുള്ളൊന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് ഭഗവാന്റെ പ്രീതിയല്ല, നമ്മളുടെ ഇന്ദ്രിയ ഭോഗത്തിലാണ് താല്പര്യം. അപ്പൊ എത്രത്തോളം കാലം നമ്മൾ ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നു, അത്രത്തോളം കാലം നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ടി വരും. ഈ 3 ക്ലേശങ്ങളും, ത്രിവിധ ക്ലേശങ്ങളും, ജന്മം, മൃത്യു, ജരാവ്യാധിയും എല്ലാം അനുഭവിച്ചുകൊണ്ട്. Shankarshna is the original source of all living entities because they are all expansions of his marginal potential. എന്താണ് ശങ്കർഷണ? ഒറിജിനൽ എല്ലാ ജീവാത്മാക്കളിലും. ഞാൻ പറഞ്ഞില്ല, ശങ്കർഷനാണ് ആര് വരുന്നത്? നാരായണൻ. പിന്നെ ചതുർവേദം. പിന്നെ അതിലുള്ള മഹാശങ്കർഷനാണ് ആര് വരുന്നത്? മഹാവിഷ്ണു. പുരുഷാവതാരങ്ങൾ. അങ്ങനെയാണ് ജീവാത്മാക്കള് ഇവിടേക്ക് വരുന്നത്, ഈ ഭൗതിക ലോകത്തിലേക്ക്. Some of them are conditioned by material nature, whereas others are under the protection of spiritual nature. അപ്പൊ ഭഗവാന്റെ ഭഗവദ്ധാമിൽ എല്ലാവരും അവരുടെ അന്തരാംഗ ശക്തിയിലും, ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർ ബഹിരാംഗ ശക്തിയുടെയും കീഴിലാണ്. The material nature is a conditioned manifestation of spiritual nature, just as smoke is a conditioned stage of fire. എങ്ങനെ അഗ്നിയും അതിൻ്റെ പുകയും അതേപോലെയാണ് കണ്ടീഷൻ ലൈഫും, അതേപോലെ liberated life, spiritual nature, material nature. Smoke is dependent on fire, but in a blazing fire, there is no place for smoke. Smoke disturbs, but the fire serves. Serving spirit of the residents of the transcendental world is displayed in 5 varieties of relationship with the Supreme Lord, who is the central enjoyer. നേരത്തെ പറഞ്ഞ പോലെ ശാന്തരസം, ദാസ്യരസം, സഖ്യരസം, വാത്സല്യരസം ആൻഡ് മാധുരസം. ഈ 5 രസങ്ങളുടെ ഭഗവാനെ നമുക്ക് സേവിക്കാൻ പറ്റും. ഇൻ ദ മെറ്റീരിയൽ വേൾഡ് എവരിവൺ ഈസ് സെൽഫ് സെന്റേർഡ് എൻജോയർ ഓഫ് മണ്ടൈൻ ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രസ്. ഭൗതിക ലോകത്തിൽ എല്ലാവരും സ്വന്തം ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അല്ലെ, ഏറ്റവും നമുക്ക് ഇഷ്ടം ആരോടാണ്? നമ്മുടെ ശരീരത്തിനോട്. എന്നിട്ട് മറ്റുള്ളവരോട് ഇഷ്ടമുള്ളൂ. തനിക്ക് ചുട്ടാൽ കുട്ടിയും താഴെ എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഏറ്റവും ഇഷ്ടം നമുക്ക് നമ്മുടെ ശരീരത്തിനോട്, എന്നിട്ടേ ബാക്കിയുള്ള ആൾക്കാരും.
ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരാണെങ്കിലും. One considers himself the lord of everything and tries to enjoy the illusion energy, but he is not successful because he is not independent. നമ്മൾ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നമുക്ക് ആസ്വാദനമല്ല കിട്ടുക. വി ഗെറ്റ് കിക്സ് ഫ്രം മായ, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ. കാരണം നമ്മൾ സ്വതന്ത്രരല്ല. വി ആർ നോട്ട് ഇൻഡിപെൻഡന്റ്, വി ആർ ഡിപെൻഡന്റ്, വി ആർ ഇന്റർഡിപെൻഡന്റ്. He is but a minute particle of the energy of Lord Shankarshana. All living beings exist under the control of the Supreme Lord, who is therefore called Narayana. എല്ലാ ജീവാത്മാക്കളും ഭഗവാൻ നാരായണന്റെ അധീനത്തിലാണ്. ഭഗവാൻ നാരായണനെ ഫേവറബിൾ ആയിട്ട് നമ്മൾ സേവനം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലേശങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല. നമ്മൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലേക്ക് വരില്ല. നമ്മൾ ഈ 3 ഗുണത്തിന്റെയും അതീതമായിട്ടുള്ള തലത്ത് ട്രാൻസെൻഡന്റൽ ക്വാളിറ്റി, പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്സിൽ ഭഗവാനെ സേവനം ചെയ്ത് ആനന്ദാംബുതി വർധനം എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോവാം. ഈവൻ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് യാതൊരു ക്ലേശങ്ങളും കൂടാതെ ഭഗവാനെ സേവിച്ചിട്ട് ജീവിക്കാൻ പറ്റും. ടെക്സ്റ്റ് 37 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. साई बो प्रेमानंदे हरि हरि बोल.